എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരുടെയും വീക്കെൻഡ് എല്ലാം നിങ്ങൾ ഓരോരുത്തരും അടിച്ചു പൊളിച്ചു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോണേ ഈ ആഴ്ച നമുക്ക് ഹോളിവുഡിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ള സിനിമകളുടെയും സീരീസുകളുടെയും അതുകൂടാതെ തന്നെ പുതിയധികം ലീക്സും കാര്യങ്ങളും എല്ലാം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പിന്നെ മാർവൽ ഫാൻസിനോട് വേണ്ടിയിട്ടുള്ളൊരു സാഡ് ന്യൂസും കൂടി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. കാരണം മാർവൽ ഒത്തിരിയധികം പുതിയ സിനിമകൾ അവർ ക്യാൻസൽ ചെയ്യാനും പോവാണ്. സോ ഇതിൻ്റെയൊക്കെ ഒരു അപ്ഡേറ്റ്സും ന്യൂസും തന്നെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോണേ. എൻ്റെ പേര് ഹരികൃഷ്ണൻ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വെക്സ് എൻ്റർടൈൻമെൻറ്റ്. നമ്മുടെ രണ്ടുപേരുടെയും സമയം കളയാതെ അപ്പം നമുക്ക് തുടങ്ങിക്കളയാം. സോ നമുക്ക് ആദ്യം തന്നെ മാർവൽ/സോണിവേഴ്സിൽ എന്തൊക്കെയാണ് പുതിയ കാര്യങ്ങൾ സംഭവിക്കണേ എന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ചാണ് നമുക്ക് സംസാരിക്കാം. അതിനകത്ത് എടുത്ത് പറയേണ്ടത് തന്നെയാണ് മാഡം വെബ്. അതായതെന്ന് പറഞ്ഞാൽ സോണി ഇപ്പോൾ പറയുന്നത് മാഡം വെബ് ഫ്ലോപ്പ് ആകാൻ കാരണം ഡെക്കോട്ട ജോൺസൺ ആണ് എന്നുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം പുള്ളിക്കാരി അത് വേണ്ട രീതിയിൽ പ്രൊമോഷൻ ചെയ്തില്ല എന്നുള്ള പല കാര്യങ്ങളും മിക്കവാറും ലോ സ്യൂട്ട് പുള്ളിക്കാരിക്കെതിരെ പോകാനും സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. സോണി എക്സിക്യൂട്ടീവ്സിൻ്റെ ഭാഗത്ത് നമുക്കിപ്പോൾ ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അല്ലാതെ സിനിമയ്ക്കകത്തുള്ള സ്ക്രിപ്റ്റും തേങ്ങാക്കൊലയൊന്നും അല്ല അവർ പറയുന്നത്. ഡെക്കോട്ട ജോൺസൺ സിനിമ മര്യാദയ്ക്ക് പ്രൊമോട്ട് ചെയ്തില്ല, അതുകൊണ്ടാണ് പടം പൊട്ടിപ്പോയെന്നാണ് പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നത് തന്നെയാണ്. ആൻഡ് അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ വേസ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ മാഡം വെബ് OTTയിൽ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നത് തന്നെയാണ്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല കാണാം, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നത് തന്നെയാണ്. ഇനി നമുക്ക് സോണി വെസ്റ്റിൻ്റെ അടുത്ത സിനിമയായിട്ടുള്ള വെനം 3യിലേക്ക് നമുക്ക് നോക്കാം. വെനം 3ക്ക് നമുക്കൊരു ഫൈനൽ ഒഫീഷ്യൽ ടൈറ്റിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. വെനം ദ ലാസ്റ്റ് ഡാൻസ് എന്നുള്ള കാര്യമാണ് നമുക്ക് ഇപ്പോൾ ആ ഒരു ഒഫീഷ്യൽ ടൈറ്റിലിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ചിലപ്പോൾ ഈ സിനിമയ്ക്കകത്ത് വെനം പോയി ഡാൻസ് കളിക്കുമായിരിക്കാം, അല്ലാതെ വേറൊന്നുമല്ല. അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും കാണാൻ കൊള്ളാവുന്നൊരു സാധനം സോണിയുടെ ഭാഗത്തുനിന്ന് കിട്ടട്ടെ എന്ന് മാത്രമേ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു പ്രതീക്ഷയുള്ളൂ. എന്താ പറഞ്ഞാൽ കാർണേജിൻ്റെ സിനിമ, അതിന് മുമ്പുള്ള സിനിമ എല്ലാം വൻ ശോകം തന്നെയായിരുന്നു. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? വെനത്തിൻ്റെ ഈ ഒരു പുതിയ ടൈറ്റിൽ കൊണ്ട് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്ന തന്നെയാണ്. വെനം ദ ലാസ്റ്റ് ഡാൻസ് ഇതിനി അവർ മ്യൂസിക് ആക്കാമാവുകയാണോ എന്നാണ് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കണ്ടറിയാം, നമുക്ക് നോക്കാം. സോ അത് പറയുമ്പോൾ തന്നെ എടുത്ത് പറയണത് നമുക്കിനി നേരെ പീസ് മേക്കറിൻ്റെ സീസൺ 1 കുറിച്ച് തന്നെ നമുക്ക് സംസാരിക്കാം. റീസെൻ്റ് ഒരു ഇൻ്റർവ്യൂവിനകത്ത് ജെയിംസ് ഗൺ കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു പീസ് മേക്കറിൻ്റെ സീസൺ 1 നമ്മൾ കണ്ടിട്ടുള്ളത് അത് ആ ഒരു സീരീസിൽ തന്നെ ക്യാനൻ അല്ല. പുള്ളിക്കാരൻ തന്നെ സീരിയസ് ആയിരുന്നു. ആൻഡ് പുള്ളിക്കാരൻ തന്നെ പറയുന്നതാണ് പീസ് മേക്കറിൻ്റെ സീസൺ 1 ക്യാനൻ അല്ല, സീസൺ 2 മുതൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന സാധനങ്ങളായിരിക്കും ക്യാനൻ എന്നുള്ളൊരു കാര്യം തന്നെ. കാരണം സീസൺ 1 എൻഡിങ്ങിനകത്ത് നമുക്ക് ഫേസ് ഇല്ലാത്ത സൂപ്പർമാൻ, പിന്നെ വണ്ടർ വുമൻ, അക്വാമാനെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ ഫ്ലാഷ്, പിന്നെ ബാറ്റ്മാനെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. സോ അതൊന്നും ക്യാനൻ അല്ല എന്നാണ് ഇപ്പോൾ സത്യം തന്നെ ജെയിംസ് ഗൺ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത് തന്നെ. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. സോ ജെയിംസ് ഗണ്ണിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ ജെയിംസ് ഗണ്ണിൻ്റെ പുതിയ DC യൂണിവേഴ്സിനകത്ത് നിന്ന് ഇനി വരാൻ പോകുന്ന സിനിമ തന്നെയാണ് സൂപ്പർമാൻ ലെഗസി, അല്ല സൂപ്പർമാൻ എന്നാണ് പുള്ളിക്കാരൻ പുതിയ ടൈറ്റിൽ വെച്ച് ആ ഒരു സിനിമയെ വിശേഷിപ്പിക്കുന്നത് തന്നെ, അല്ലെങ്കിൽ വിളിക്കുന്നത് തന്നെ. ആൻഡ് ഇത് 2025 ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത് തന്നെ. ആൻഡ് അതുകൊണ്ട് തന്നെ ബാറ്റ്മാൻ ഫാൻസിന് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, മാറ്റ് റീവ്സിൻ്റെ റോബർട്ട് പാറ്റിസൻ്റെ ആ ഒരു ബാറ്റ്മാൻ്റെ 2ാം സിനിമയും റിലീസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് 2025 തന്നെയാണ്. ഇപ്പോൾ നമുക്ക് മറ്റൊരു ന്യൂസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. സിനിമ ഡിലേ ചെയ്തു, 1 വർഷത്തേക്ക് സിനിമ ഡിലേ ചെയ്തു എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് തന്നെ. ആൻഡ് ഇതിൻ്റെ കൂടെ തന്നെ ജെയിംസ് ഗൺ ബാറ്റ്മാൻ്റെ മറ്റൊരു സിനിമയായിട്ടുള്ള ബ്രേവ് ആൻഡ് ബോൾഡ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ ഒരു സിനിമയുടെ ടൈം ലൈനിലേക്ക് നമ്മളിപ്പോൾ നോക്കിയാൽ 2027 ആ ഒരു സിനിമ റിലീസ് ചെയ്യാൻ പോണെന്നാണ് നമുക്കിപ്പോൾ ഏകദേശം ഒരു ടൈം ലൈൻ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് തന്നെ. ഇനി എന്തുകൊണ്ടാണ് മാറ്റ് റീവ്സിൻ്റെ ബാറ്റ്മാൻ 2 അവർ ആക്ച്വലി ഡിലേ ചെയ്തതെന്ന് ചോദിച്ചാൽ അത് ജെയിംസ് ഗണ്ണിൻ്റെ സൂപ്പർമാനായിട്ട് ക്ലാഷ് ചെയ്യാതിരിക്കാൻ വേണ്ടി തന്നെയാണ്. കാരണം സൂപ്പർമാനേക്കാളും കൂടുതൽ ഫാൻസ് ബാറ്റ്മാൻ ആണ് ഉള്ളതെന്നുള്ളൊരു സത്യാവസ്ഥ എല്ലാവർക്കും അറിയാം. ആൻഡ് ആദ്യത്തെ മാറ്റ് റീവ്സിൻ്റെയും റോബർട്ട് പാറ്റിസൻ്റെയും ആ ഒരു സിനിമ വൺ പൊളിയായിട്ടുള്ളൊരു സിനിമ തന്നെയായിരുന്നു. സോ അതുകൊണ്ട് തന്നെ കൂടുതലും ആൾക്കാർ അവൈറ്റ് ആയിട്ടിരിക്കുന്ന സിനിമ അത് തന്നെയാണ്. കാരണം സൂപ്പർമാൻ എങ്ങനെയാകും എന്നുള്ളൊരു കാര്യം നമുക്കറിയില്ല. പൊതുവെ നമ്മുടെ ഫാൻസിന് എല്ലാവർക്കും ഇഷ്ടം ഹെൻറി കാവിലിനെ തന്നെയായിരുന്നു. പുള്ളിക്കാരനെ റീകാസ്റ്റ് ചെയ്തപ്പോൾ മുതൽ തന്നെ എല്ലാവരും കുറേയധികം കോൺട്രവേഴ്സിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ പടം എങ്ങനെ വർക്ക് ചെയ്യാതിരിക്കും എന്നുള്ളൊരു കാര്യവും നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. സോ ഇത് തന്നെയാണ്, അതായത് ഈ ബാറ്റ്മാൻ്റെ 2ാം പാർട്ട് അവർ സത്യം പറഞ്ഞാൽ പോസ്റ്റ്പോൺ ചെയ്ത് 1 വർഷം ഡിലേ ചെയ്യിപ്പിച്ചെന്നുള്ളൊരു കാര്യമാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾക്ക് ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ സൂപ്പർമാന് വേണ്ടിയിട്ടാണോ, നിങ്ങൾ ബാറ്റ്മാന് വേണ്ടിയിട്ടാണോ എക്സൈറ്റഡ് ആയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. സോ അത് പറയുമ്പോൾ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം തന്നെയാണ് ജെയിംസ് ഗണ്ണിൻ്റെ തന്നെ വുമൺ ഓഫ് ടുമാറോ അല്ലെങ്കിൽ സൂപ്പർ ഗേളിൻ്റെ സിനിമയുടെ സ്ക്രിപ്റ്റ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ആൻഡ് ഇനി അവർ അടുത്തതായി ടീൻ ടൈറ്റൻസിൻ്റെ ഒഫീഷ്യൽ ലൈവ് ആക്ഷൻ്റെ സ്ക്രിപ്റ്റിലേക്ക് കടക്കുക എന്നുള്ളൊരു അപ്ഡേറ്റും കൂടി നമുക്ക് DC യൂണിവേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളത് തന്നെയായിരുന്നു. ഇനി നമുക്ക് നേരെ ജുറാസിക് സിറ്റിയിലേക്ക് തന്നെ നമുക്ക് പോവാം.
ഗാരറ്റ് എഡ്വേർഡ്സിന്റെ സിനിമയായിട്ടുള്ള ജുറാസിക് സിറ്റിക്കകത്ത് മിക്കവാറും സ്കാർലറ്റ് ജോൺസിനെ അവർ കാസ്റ്റ് ചെയ്യാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണെന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏകദേശം സ്കാർലറ്റ് ജോഹാൻസനായിട്ട് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു കാര്യം, അല്ലെങ്കിൽ കോൺട്രാക്റ്റിന്റെ കാര്യങ്ങളൊക്കെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ജുറാസിക് സിറ്റിക്കകത്ത് നിങ്ങൾക്ക് സ്കാർലറ്റ് ജോഹാൻസനെ കാണണോ വേണ്ടിയോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാവുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലെ ന്യൂസിനകത്ത് ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷാങ് ചിയുടെ സീക്വലിനകത്തുള്ള പ്രീ പ്രൊഡക്ഷൻ മാർവൽ ഓൾമോസ്റ്റ് 2025 സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ളൊരു കാര്യം തന്നെ. ആൻഡ് നമുക്കിപ്പോൾ ഏകദേശം സിനിമയുടെ ഒരു ഒഫീഷ്യൽ ടൈറ്റിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. വ്രെക്കേജ് ഓഫ് ടൈം എന്നുള്ളൊരു കാര്യമാണ് നമുക്കിപ്പോൾ ഏകദേശം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് 2022 മുതൽ തന്നെ നമ്മളിത് കേൾക്കാൻ തുടങ്ങിയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. വ്രെക്കേജ് ഓഫ് ടൈം ആയിരിക്കാം ഷാങ് ചിയുടെ 2ാം പാർട്ടിൻ്റെ ആ ഒരു പേര് എന്നുള്ളൊരു കാര്യം തന്നെ. ആൻഡ് ചിലപ്പോൾ മാർവൽ സത്യം പറഞ്ഞാൽ ഇത് കോമിക്സിന് വേണ്ടിയിട്ടും ഇടാറുണ്ട്, പക്ഷേ ഇതവർ ആക്ച്വലി ഒഫീഷ്യലി പേറ്റന്റ് എടുത്തിട്ടുണ്ടായിരുന്ന ഈ ഒരു ടൈറ്റിൽ തന്നെയാണ്. സോ നമുക്ക് പ്രതീക്ഷിക്കാം ഇത് തന്നെയായിരിക്കും ഷാങ് ചിയുടെ സീക്വലിന്റെ ടൈറ്റിൽ എന്നുള്ളൊരു കാര്യം തന്നെ. ആൻഡ് ഇത് പറയുമ്പോൾ തന്നെ നമ്മൾ ഇനി എടുത്തു നോക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഫ്കോഴ്സ് ബ്ലേഡിനെ കുറിച്ച് തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മാർഷാലിയുടെ ബ്ലേഡ് മിഡ് നൈറ്റ് സണ്ണിനെ, അതായത് അതിന് വേണ്ടിയിട്ടുള്ളൊരു കാര്യം അവർ സെറ്റപ്പ് ചെയ്യും ബ്ലേഡിൽ കൂടി എന്നുള്ളൊരു കാര്യമാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് അതുകൂടാതെ തന്നെ ബ്ലേഡ് എന്ന് പറഞ്ഞാൽ ഒരു സിനിമ ടേക്ക് പ്ലേസ് ചെയ്യുന്ന ഒരു മോഡേൺ വേൾഡിലായിരിക്കും എന്നുള്ളൊരു കാര്യം കൂടി നമുക്കിപ്പോൾ മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ നമ്മുടെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ബ്ലേഡ് സിനിമ ഒരു ഹാർഡ് കോർ R-rated സിനിമ തന്നെയായിരിക്കും. ആദ്യം വരാൻ പോകുന്ന ഒബ്വിയസ്ലി ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ തന്നെയാണ്. ആൻഡ് അതിനുശേഷം നമുക്ക് ലഭിക്കാൻ പോകുന്ന മാർവലിനകത്തുള്ള ഒരു ഫുൾ ഫ്ലെജ് അഡൾട്ട് റേറ്റഡ് അല്ലെങ്കിൽ R-rated സിനിമ തന്നെയായിരിക്കും ബ്ലേഡ് എന്നുള്ളൊരു കാര്യം തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ആക്ഷൻ, ബ്ലഡ് ആൻഡ് ഗോർ ആ ഒരു കാര്യത്തിലൊന്നും ഒരു പ്രോബ്ലം ഉണ്ടാവില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം എന്താ പറയുക, ഡെഡ്പൂളും വൂൾവറിനും ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്താണ് മാർവലിൻ്റെ ഭാഗത്തുള്ള അതായത് R-rated സിനിമ എന്നുള്ളൊരു കാര്യം തന്നെ. സോ എന്താണെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ളൊരു കാര്യം നമുക്ക് എന്താണെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഇതാണ് നമുക്ക് ബ്ലേഡിനെ കുറിച്ച് ലഭിച്ചിട്ടുള്ള അപ്ഡേറ്റും തന്നെ. ഇനി നമുക്ക് ഫെന്റാസ്റ്റിക് ഫോറിലേക്ക് പോവാം. യെസ്, നമ്മൾ ഓരോരുത്തരും ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് ടി.വിയെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. സെയിം ടി.വിയെ തന്നെ ഫെന്റാസ്റ്റിക് ഫോറിലും ടേക്ക് പ്ലേസ് ചെയ്യും എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതായത് ടൈം വേരിയൻ്റ് അതോറിറ്റി ഫെന്റാസ്റ്റിക് ഫോറിലും വരും. ആൻഡ് ഇവരായിരിക്കും സത്യം പറഞ്ഞാൽ ഫെന്റാസ്റ്റിക് ഫോറിനെ സീക്രട്ട് വാർസിലേക്കും അതുകൂടാതെ സീക്രട്ട് വാർസ് പാർട്ട് 1 പാർട്ട് 2ലേക്കും കണക്ട് ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചുള്ളത് തന്നെ. കാരണം എങ്ങനെയാണോ ഡെഡ്പൂൾ മാർവലിൻ്റെ ജീസസ് ആകാൻ പോകുന്നത്, ഏകദേശം അതേപോലെ തന്നെ ആയിരിക്കും എന്താണെങ്കിലും പീഡ്രോ പാസ്കലിൻ്റെ ഈ ഒരു ഫെന്റാസ്റ്റിക് ഫോർ സിനിമയും ഈ ഒരു MCUവിനകത്ത് കണക്ട് ആയിട്ട് നേരെ അവഞ്ചേഴ്സ് സീക്രട്ട് വാർസിലേക്ക് വരാൻ പോകണം എന്നുള്ളൊരു കാര്യമാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സോ ഞാൻ നല്ല രീതിയിൽ തന്നെ എക്സൈറ്റഡ് തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഡെഡ്പൂൾ ആൻഡ് വൂൾവറിനകത്ത് നമുക്ക് കുറച്ചും കൂടി കൂടുതൽ ടി.വിയെ നമുക്ക് കാണാൻ കഴിയും. അത്രത്തോളം ഇൻവോൾവ്മെൻറ്റ് എന്താണെങ്കിലും ഫെന്റാസ്റ്റിക് ഫോറിൽ ഉണ്ടാകില്ല, പക്ഷെ എന്നാലും ടി.വിയുടെ ഇൻവോൾവ്മെൻറ്റ് നമുക്ക് ഫെന്റാസ്റ്റിക് ഫോറിൽ കാണാൻ സാധിക്കും എന്നൊരു കാര്യം തന്നെയാണ്. ചിലപ്പോൾ കമ്മിയോ ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ ലാസ്റ്റ് കുറച്ച് ഭാഗം മാത്രമേ ഉണ്ടാവുള്ളൂ ഇതൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി തന്നെ. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിപ്പോൾ ഫെന്റാസ്റ്റിക് ഫോറിനെ കുറിച്ചും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സോ കഴിഞ്ഞ ആഴ്ച മുതൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസ്നിയുടെ ബോബ് ഐഗർ നമുക്കൊരു അപ്ഡേറ്റ് മാർവലിൻ്റെ ഭാഗത്ത് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം. ഇനി അവർ ക്വാണ്ടിറ്റി അല്ല ക്വാളിറ്റി ആയിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ആഴ്ച ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് അവർ പ്ലാൻ ചെയ്തിട്ടുള്ള മിക്ക സീരീസുകളും അതുകൂടാതെ തന്നെ മൂവീസുകളെല്ലാം മാർവൽ ക്യാൻസൽ ചെയ്യുമായിരിക്കും എന്നുള്ളൊരു കാര്യം തന്നെ. ആൻഡ് നമുക്കിപ്പോൾ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഏതൊക്കെ സിനിമയാണ് പ്രൊമിനൻ്റ് ആയിട്ട് അവർ ക്യാൻസൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം തന്നെ. അതിനകത്ത് ആദ്യം തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് ആൻഡ്മാൻ്റെ 4ാമത്തെ പാർട്ട് അവരെന്താണെങ്കിലും ക്യാൻസൽ ചെയ്യുന്നത് തന്നെയായിരിക്കും. അതുകൂടാതെ തന്നെ എറ്റേണൽസിൻ്റെ 2ാം ഭാഗവും പിന്നെ ക്യാപ്റ്റൻ മാർവലിൻ്റെ 3ാമത്തെ സിനിമയും തന്നെ. യെസ്, ടാറ്റ ബൈ ബൈ ബ്രീ ലാർസൺ എന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുള്ളൂ. ആൻഡ് ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർ ഇത് ക്യാൻസൽ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് തന്നെ അറിയാം അവർക്ക് അതിനൊരു ക്വാളിറ്റി കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളൊരു കാര്യം. പക്ഷേ എറ്റേണൽസിനെ കുറിച്ച് നമുക്ക് വേറെ ചെറിയൊരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുള്ള എന്താണെന്ന് ചോദിച്ചാൽ എറ്റേണൽസിൻ്റെ നേരെയുള്ള 2ാം ഭാഗം എന്താണെങ്കിൽ ക്യാൻസൽ ചെയ്യുന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ എന്നിരുന്നാൽ തന്നെ മറ്റൊരു ടൈറ്റിൽ അല്ലെങ്കിൽ വേറെ പല സിനിമകളുടെ കൂടെ അവർ ഈ എറ്റേണൽസിൻ്റെ ആ ഒരു സ്റ്റോറി കണ്ടിന്യൂ ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു കാര്യമാണ് നമുക്കിപ്പോൾ ഏകദേശം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് ഈസ് ഇറ്റ് മേക്ക് എനി സെൻസ് എന്ന് വെച്ചാൽ എനിക്ക് തന്നെ അറിയില്ല ഇവരെന്താണ് ഉദ്ദേശം എന്നുള്ളൊരു കാര്യം തന്നെ. പക്ഷേ ഇതായിരിക്കും എറ്റേണൽസിൻ്റെ ഭാവി എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. ഇനി ക്രിസ് ഹെംസ്വർത്തിൻ്റെ തോർ ഫാൻസിനോട് വേണ്ടി എനിക്ക് ഇത്രേ പറയാൻ പറ്റുള്ളൂ. തോർ 5 എന്താണെങ്കിലും നമുക്ക് ലഭിക്കുന്നത് തന്നെയായിരിക്കും. ലാസ്റ്റത്തെ ലവ് ആൻഡ് തണ്ടർ ഒരു തോൽവിയായിരുന്നെങ്കിൽ തന്നെ അതിനു മുമ്പ് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന റാഗ്നറോക്ക് ആണെങ്കിലും ആദ്യത്തെ തോർ സിനിമ ഡാർക്ക് വേൾഡിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല.
സോ അതുകൊണ്ട് തന്നെ മാർവലിന് ഇപ്പോഴും ആ ഒരു ഫ്രാഞ്ചൈസിയിൽ നല്ലൊരു പ്രതീക്ഷയുണ്ട്. ആൻഡ് ക്രിസ് ഹെംസ്വർത്തിന് തോറിൻ്റെ 5ാം ഭാഗം ചെയ്യാൻ വേണ്ടി തന്നെ നല്ല രീതിയിൽ തന്നെ കോൺഫിഡൻറ്റും ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ തോറിൻ്റെ 5ാം ഭാഗം നമുക്ക് എന്താണെങ്കിലും ലഭിക്കുന്നത് തന്നെയായിരിക്കും. ഇനി വേറെ അവർ അനൗൺസ് ചെയ്യാതെ നമുക്ക് ഏകദേശം, അതായത് എന്താ പറയുക, ഊഹിക്കാൻ പറ്റുന്ന ആയിട്ടുള്ള കുറച്ച് സീരീസുകൾ അല്ലെങ്കിൽ സിനിമകൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതാണെന്ന് വെച്ചാൽ ഒബ്വിയസ്ലി ഷീ ഹൾക്കിൻ്റെ സീസൺ 2. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഷീ ഹൾക്കിൻ്റെ സീസൺ 2 നമുക്ക് ലഭിക്കുക എന്നുള്ളൊരു കാര്യം? എനിക്ക് എന്താണെങ്കിലും എനിക്ക് തോന്നുന്നില്ല. സോ അതും എന്താണെങ്കിലും 90% അതുവരെ ക്യാൻസൽ ചെയ്യുക എന്നുള്ളൊരു കാര്യം അത് എന്താണെങ്കിലും നമുക്ക് ഉറപ്പിക്കാവുന്നൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ സീക്രട്ട് ഇൻവേഷൻ്റെ സീസൺ 2 അതെന്താണെങ്കിലും ഒരു എന്താ പറയേണ്ട ഒരു മിനി സീരീസ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ മിസ് മാർവൽ, എനിക്ക് തോന്നുന്നില്ല മിസ് മാർവലിന് നമുക്കൊരു സീസൺ 2 കിട്ടുമെന്നുള്ളൊരു കാര്യം തന്നെ. പിന്നെ ബ്ലാക്ക് പാൻറ്ററിൻ്റെ 3ാമത്തെ സിനിമ എനിക്ക് തോന്നുന്നില്ല അതിനൊരു കണ്ടിന്യൂവേഷൻ ഉണ്ടാവും എന്നുള്ളൊരു കാര്യം തന്നെ. സോ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് ഏകദേശം ഇപ്പം ഞാൻ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്ന എൻ്റെ സ്പെക്കുലേഷനാണ്. ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് പ്രൊമിനൻ്റ് ആയിട്ട് നമുക്ക് ഡിസ്നിയുടെ മാർവലിൻ്റെ ഭാഗത്ത് നമുക്ക് ലഭിച്ചിട്ടുള്ളത് തന്നെ ആൻഡ്മാൻ്റെ 3ാം ഭാഗം, ക്യാപ്റ്റൻ മാർവൽ, അത് കൂടാതെ തന്നെ എറ്റേണൽസിൻ്റെ 2ാം ഭാഗം. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? നിങ്ങൾ ആക്ച്വലി ഒരു ക്യാൻസലേഷൻ കേട്ടിട്ട് നിങ്ങൾ സാഡ് ആയിട്ടിരിക്കുവാണോ, അതോ മാർവൽ ഇപ്പോൾ എടുത്തിട്ടുള്ള ഒരു നല്ലൊരു ഡിസിഷൻ ആണോ എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ തന്നെയാണ്. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ തികച്ചും ആണെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. അവർ യങ് അവഞ്ചേഴ്സിൻ്റെ ഒരു സിനിമ ചെയ്യാൻ അവർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അതെന്താണെങ്കിലും അതിനെക്കുറിച്ച് ഒരു മെൻഷൻ പോലും ചെയ്തില്ല. സോ എന്താണെങ്കിലും അവരെന്താണെങ്കിലും എന്താ പറയേണ്ടത്, ആ ഒരു സിനിമ നമുക്ക് എന്താണെങ്കിലും ലഭിക്കാൻ പോകുന്നില്ല എന്നുള്ളൊരു കാര്യം നമുക്ക് ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവർ പറയാതെ തന്നെ അവരെന്താണെങ്കിലും ക്യാൻസലും ആക്കിയിട്ടുണ്ട്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്ന തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാവുന്ന തന്നെയാണ്. ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാവുന്ന തന്നെയാണ്. സോ സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഓസം, സീ ഗൈസ് ഇൻ നെക്സ്റ്റ് എപ്പിസോഡ്.